ഹലോ നമസ്കാരം. നെല്ലിക്ക ഉപ്പിലിട്ടതും നെല്ലിക്ക അച്ചാറൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത്തരത്തിലുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സാധാരണ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത്, മാങ്ങ ആയാലും എന്തായാലും ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഫംഗസ് ഉള്ള ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫംഗസ് വരാതെ എങ്ങനെയാണ് കുറേ നാളത്തേക്ക് നമുക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കാം എന്നതാണ്. സാധാരണ ഒരു സിമ്പിൾ ടിപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിന് ശരിക്കും ഒരു പ്രോ ടിപ്പ് എന്ന് തന്നെ പറയണം. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഉപ്പിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള നെല്ലിക്ക നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 4 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനെ തിളപ്പിച്ചെടുക്കാൻ പോവാണ്. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് കുറേ നേരം തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് നടുവായിട്ട് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓപ്ഷണലായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്, ഞാനൊരു ചെറിയൊരു നാരങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഞാനിതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ്. ചെറുതായിട്ടുള്ളൊരു പുളിപ്പ് കിട്ടും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത് ഓപ്ഷണലാണ്, എല്ലാവർക്കും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളിത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 3 ദിവസം കഴിയുമ്പോൾ ഇതിൽ നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ വെള്ള കളറായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കരുത്. ഒരു 3 ദിവസം കഴിയുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഒരു ഉപ്പൊക്കെ പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പൂപ്പൽ വരാതിരിക്കാൻ, അതായത് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് എടുക്കേണ്ടത്. ഇത് 2ാമത്തെ ദിവസമാണ്. നമുക്കിത് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട്, 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഇതിൽ വെള്ളത്തിൻ്റെ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് 1 വീക്കിൽ കൂടുതലായിട്ടുണ്ട്. നമുക്കത് ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. കമോ. അപ്പോൾ ഞാനിതിൽ ഒരു നെല്ലിക്ക എടുക്കുന്നുണ്ട്. നമുക്കതിൽ വെള്ളം തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് വളരെ തെളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ദിവസം ആകുന്ന സമയത്ത് ഞാൻ വേറൊരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു 3.5 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. അതിലിപ്പോഴും പൂപ്പിലൊന്നും വരാതെ ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കിടിലൻ. നമ്മൾ മുളക് ഒരു 3-4 ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അടിപൊളി അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ട് വയ്ക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടല്ലാത്തുള്ള വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് നമ്മൾ വീഡിയോസ് ഒരുപാട് ഇടുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ബൈ.